ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോർക്ക് നമ്മൾ സാധാരണ വെക്കാറുണ്ട്, പോർക്ക് കായിട്ട് വെക്കാറുണ്ട്, പോർക്ക് വരട്ടി വെക്കാറുണ്ട്. കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ് പോർക്ക്. പിന്നെ നോൺ വെജ് കഴിക്കാത്തവരെയും പോർക്ക് കഴിക്കാൻ പറ്റാത്തവരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഇത് ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പോർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പോലും അത് ഇഷ്ടപ്പെടും. അത്രയും കിടലുന്ന ഒരു റെസിപ്പിയാണ്. ഇതൊരു യുണീക്ക് റെസിപ്പിയാണ്. ഇതിങ്ങനെ വെച്ചാൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. കാരണം പോർക്ക് കഴിക്കാനായിട്ട് കുറേ ആൾക്കാർക്ക് മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഭയങ്കര നെയ്യായിരിക്കും. ഈ നെയ്യ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് മതിയാവും. അല്ലെങ്കിൽ രണ്ട് കഷ്ണം കഴിക്കുമ്പോഴേക്കും എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു എല്ലാവർക്കും അങ്ങനെ ഒരു ഇതാണ്. എത്ര ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു പരിധി കൂടുതൽ പോർക്ക് കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഈ രീതിയിൽ വെക്കുമ്പോൾ നമുക്ക് പോർക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം. അത് മാത്രമല്ല, ഇത് വട്ടയപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ, ഏതിൻ്റെ കൂടെ അത്രയും നല്ല കോമ്പിനേഷൻ. പ്രത്യേകിച്ചും വട്ടയപ്പത്തിൻ്റെ കൂടെ നമ്മൾ വട്ടയപ്പം പോർക്കാം. വട്ടയപ്പത്തിൽ വെച്ച് മധുരവും ഇതിൻ്റെ ഒരു മസാലയൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിനകത്ത് കായ പോലും നമ്മൾ വേറെ രീതിയിലാണ് ഇതിനകത്ത് അരിഞ്ഞ് ഇടുന്നതൊക്കെ. അപ്പോൾ ആ കായ്ക്ക് പോലും ആ പോർക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള പോലെയാണ് ഇതിങ്ങനെ വരണ്ട് വരുമ്പോൾ. ആ ഒരു കായ കഷ്ണം എടുത്ത് കഴിച്ചാൽ പോലും നമുക്കത് ആ ഒരു ഇറച്ചി കഴിക്കുന്ന ഒരു റെസിപ്പിയുടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും ഇത് ഉണ്ടാക്കാനായിട്ട്. കാരണം ഇച്ചിരി പ്രിപ്പറേഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സമയം കളയാണ്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു 1 കിലോന് അടുപ്പിച്ച് പോർക്ക് എടുത്തിട്ടുണ്ട്. ഇറച്ചി വേറെയും തൊലിക്കഷ്ണം വേറെയാണ്. ഇത് ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു തൊലിക്കഷ്ണമായിട്ട് കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇറച്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പ്രോസസ്സ് ചെയ്യണം ഇപ്പോൾ. അപ്പോൾ അത് രണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള പൊടികളാണ് ഇതൊക്കെ. ഇതിനകത്ത് 2 സ്പൂൺ മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ഗരം മസാല പൊടിയുണ്ട്, പിന്നെ ഇറച്ചി മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, പിന്നെ പാകത്തിന് ഉപ്പും. ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അതിന് മുമ്പ് തൊലിപ്പുറത്തിൻ്റെ കാര്യം നമുക്ക് ചെയ്തു വെക്കണം. പിന്നെ നമുക്കിത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് തേങ്ങ ചിരകിയത്. നമ്മളിപ്പോൾ ഒരു അരമുറി തേങ്ങയാണ്. ഇത് ഒരു മുറിയുടെ പകുതിയൊക്കെ ആയിരിക്കും തേങ്ങ. പിന്നെ കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേപ്പില, പച്ചമുളകൊക്കെ. ഇതൊക്കെ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് എത്രത്തോളം കൂടുതൽ അത്രത്തോളം ടേസ്റ്റ് നമുക്ക് എൻഹാൻസ് ചെയ്യും. പിന്നെ കുറച്ച് ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളാണ്. നമുക്ക് വഴിയെ നമുക്ക് ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനാവശ്യമുള്ള കാര്യങ്ങൾ. ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, പക്ഷേ പ്രോസസ്സാണ് കൂടുതൽ. നമുക്കപ്പോൾ അതിലേക്ക് കിടക്കാം. ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതാണ് നമ്മുടെ കായ. ഇതിൻ്റെയും നമ്മൾ മുറിക്കുന്ന രീതിയും കട്ട് ചെയ്യുന്ന രീതിയൊക്കെ വേറെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചത് ഇൻഗ്രീഡിയൻസിൻ്റെ സമയത്ത്. അപ്പോൾ ഇറച്ചി വേകുന്ന സമയത്ത് നമുക്കത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോത്തിലേക്ക് പോകാം. പിന്നെ കൂടുതൽ ആൾക്കാരും ഈ തേങ്ങ നമ്മൾ വയ്ക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ആക്ച്വലി ഈ തേങ്ങ. വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. തൊലിപ്പുറത്തിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് നെയ്യ് കാണാൻ പറ്റുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൊലിപ്പുറം മാത്രം, ഇത് കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്. കഷ്ണങ്ങളാക്കി നുറുക്കിയതല്ലെങ്കിൽ നമുക്ക് തൊലിപ്പുറം അങ്ങനെ തന്നെ ഇടാം. അപ്പം ഇതിലേക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ നെയ്യൊക്കെ ഇതിലേക്ക് ഇറങ്ങും. അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ നമുക്ക് ഇത്തിരി 2 മിനിറ്റൊക്കെ ഇതിട്ട് തിളപ്പിച്ചു. എന്നിട്ട് അത് ഊറ്റി വെള്ളം കളഞ്ഞ് വെച്ചതാണ് ബാക്കി കട്ട് ചെയ്തിട്ടുള്ള ഇറച്ചിയുടെ കൂടെ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തതായിരുന്നു. അതിൻ്റെ കൂടെ ഇതുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികളാണ് കറക്റ്റ് അളന്ന് വെച്ചത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതിനകത്തേക്ക് ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാല, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ പേസ്റ്റ് ആക്കിയതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്കത് വേവിക്കാനായിട്ട് കുക്കറാക്കി എടുക്കാം. നമ്മുടെ ഇറച്ചി മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കണം. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ചെയ്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെക്കുകയാണ്. ഇത് നമുക്ക് ഇറച്ചിയൊക്കെ വെന്ത് കഴിഞ്ഞ് കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഗ്യാപ്പിൽ നമ്മൾ ഓരോന്ന് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഇനി മാരിനേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കായയും കൂടെ നമുക്ക് റെഡിയാക്കാം. ഈ ഗ്യാപ്പിൽ നമുക്കതൊക്കെ ചെയ്ത് വെക്കാം.
അപ്പം നമ്മൾ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു കാച്ചുമ്പോൾ ഇടാനായിട്ട്. ബീഫിലൊക്കെ ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ കായ തൊണ്ടോടുകൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുക ചെയ്യാം. പക്ഷെ പോർക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് തൊണ്ട് പാടില്ല. അപ്പം നമ്മൾ ഏത്തക്കായ അല്ലെങ്കിൽ നേന്ത്രക്കായാണ് എടുക്കേണ്ടത്. അതിൻ്റെ നമ്മൾ കൊള്ളിയൊക്കെ നമ്മൾ കൊള്ളി അത് നമ്മൾ തൊണ്ട് അടർത്തി കളയുന്ന പോലെ കളയണം. ഫുള്ള് അടർത്തി മാറ്റി. ഇനി ജസ്റ്റ് നമുക്ക് നേരെ പകുതി മുറിക്കാം. എന്നിട്ട് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട വെള്ളത്തിലാണ്, കാരണം അല്ലെങ്കിൽ കായ്ക്ക് ഒരു കറയുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ വലിയ സൈസുള്ള ഏത്തക്കായ അല്ല, വലിയ സൈസ് ഏത്തക്കായ ആണെങ്കിലും നമ്മൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഇതിനകത്ത് ഇടുന്നതാണ് നല്ലത്. നമ്മളൊരു 3-4 കായ ഇതുപോലെ തൊണ്ട് കളഞ്ഞ് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്തെ വേസ്റ്റാണ്, അത് വേണ്ട. നമുക്ക് ഈ പറഞ്ഞ പോലെ കുഞ്ഞിതായിട്ട് വെച്ച് അരിഞ്ഞ് കറി വയ്ക്കാം, നമുക്ക് പിന്നീട് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കായുണ്ട്. അപ്പം ഇവിടെ പോർക്ക് നല്ല ചിലവുള്ളത് കൊണ്ട് കായും എത്ര ഇട്ടാലും അത് ചിലവാകും. എന്നാലും ഒരു 3-4 കായാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ കായ നമ്മൾ അരിഞ്ഞ സമയം കൊണ്ട് ഒരു 10-15 മിനിറ്റായി ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പം ഇതിൽ ഇത്തിരി ഇതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും, എന്നാലും ഒരിത്തിരി വെള്ളം നമുക്ക് തെളിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇറച്ചി മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളതിന് കായൊന്നും ഇപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു വിസിൽ കറക്റ്റ് വരണം. ഹൈയിലാണ് ഇപ്പോൾ ഇട്ടേക്കണേ. ഒരു വിസിൽ കറക്റ്റ് വരണം. അപ്പോൾ അത് സ്ലോ ആക്കും. പിന്നെ ഒരു 12 to 15 മിനിറ്റ് സ്ലോയിലിട്ട് നിൽക്കണം. കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് സമയം എടുക്കും വേവാനായിട്ട്. പിന്നെ കായം കൂടി ഇടുന്നതുകൊണ്ട് നമ്മളൊരു 12 മിനിറ്റ് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. കാരണം ഓരോന്നിൻ്റെ പാകത്തിനനുസരിച്ചിരിക്കും. വല്ലാണ്ട് വെന്ത് കഴിഞ്ഞ് പിന്നെ കായ ഇട്ട് വെക്കുമ്പോൾ വീണ്ടും അത് വെന്തുടയാൻ സാധ്യതയില്ല. ഇപ്പോൾ ഒരു 12 മിനിറ്റ് ആകുമ്പോൾ നോക്കാം, ഒരു 15 മിനിറ്റ്. അപ്പോൾ നോക്കിയിട്ട് വിസിൽ വന്ന് സ്ലോ ആക്കിയിട്ട് 15 മിനിറ്റ് അല്ലെങ്കിൽ 12 മിനിറ്റ് അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് പൊടിക്കണം. അപ്പോൾ ആ പ്രോസസ്സ് നമുക്ക് ചെയ്യാം. വെളിച്ചെണ്ണ വെച്ചു. എന്നിട്ട് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടു. ഞാൻ ഒരുപാട് തേങ്ങയൊന്നും എടുത്തിട്ടില്ല, കുറേ തേങ്ങ എടുത്തിട്ടും പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ പാകത്തിന് വറുത്ത് പൊടിക്കാനായിട്ടൊരു മസാലയ്ക്ക് പരുവത്തിനാണ്. ഇതിന് അടി കരിയാണ്ട് വേണമെങ്കിൽ സ്ലോയിലിട്ടിട്ടായാലും നമ്മൾ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊരു റെഡിഷ് കളറാകണം, അതുവരെ അത് വറക്കണം. അപ്പം നമ്മൾ തേങ്ങ വറുത്ത് അത്യാവശ്യം റെഡിഷായിപ്പോൾ 2 ഉള്ളിയും 2 വേപ്പലയും കൂടെ ഇട്ടു. പിന്നെ എല്ലാ പൊടികളും ഒരിത്തിരി ഒരു 1/2 ടീസ്പൂണിന് താഴെ എല്ലാ പൊടികളും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഇത്രയും തേങ്ങയ്ക്ക് അത് മതി. അപ്പം അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഇതാകുമ്പോൾ അത് ആ പൊടികൾ അതിനകത്തേക്ക് ഇടാം. നല്ല റെഡ് കളറായി വറുത്ത് ഒന്ന് നല്ലൊരു സ്മെല്ലുമാണ്. ഇതിലേക്ക് ഞാൻ എല്ലാ പൊടികളും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം ഇത്തിരി അധികം വേണ്ട. എരിവിനനുസരിച്ച് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല. എല്ലാം 1/2 ടീസ്പൂണിന് താഴെ പൊടികളെല്ലാം കൂടെ ചേർത്ത് പൊടികൾ കരിയാണ്ട് ഇത് ഓഫ് ചെയ്യാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയിട്ടാണ് മിക്സിയിൽ ഒതുക്കി എടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ചൂടാറാൻ വേണ്ടി ഞാനൊരു പരന്ന പാത്രത്തേക്ക് ഇട്ട് ഒന്ന് പരത്തി വെച്ചു. അപ്പോൾ പെട്ടെന്ന് ചൂടാറും. എന്നിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. കായിട്ട് നമ്മളൊരു വിസിൽ വന്ന് ഫുൾ എയർ പോയി. അത് കറക്റ്റാണ്, അടിയൊന്നും പിടിച്ചിട്ടില്ല. ആ നെയ്യിൽ കിടന്ന് ഇങ്ങനെ കഴിക്കാം. പിന്നെ നമ്മൾ തേങ്ങ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇനി കാച്ചിയും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ അപ്പം തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഉപ്പ് ഉണ്ടോയെന്നൊക്കെ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇടാം. ഇനി നമുക്ക് കാച്ചാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വയ്ക്കാൻ പോകാം. നമ്മളൊരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് അതിനകത്തേക്ക് ഓയിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ടു. വേണമെങ്കിൽ പച്ചമുളക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി. ഇത് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എരിവൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1-1.5 സ്പൂൺ ഇറച്ചി മസാലയാണ് ഇടുന്നത്. അത് മാത്രമേ ഇടുന്നുള്ളൂ.
അപ്പം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയതിനകത്തേക്ക് വേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയതിനകത്തേക്ക് നമ്മൾ നമ്മുടെ വെന്തിരിക്കണ പോർക്കും കായും ഇട്ടു, അതൊന്ന് യോജിപ്പിച്ചു. അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല, ധൈര്യമായിട്ടിരിക്കാം. ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ നേരത്തെ പൊടികളൊക്കെ ഇട്ട് ഒതുക്കി വെച്ചത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് ഇല്ലാതാണ് കുറേ ആൾക്കാർ ചെയ്യാറ്. അപ്പം ഞാൻ ഇതിനകത്ത് ആ തേങ്ങ മുഴുവനും ആ മിക്സിയുടെ ചെറിയ ജാറിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയുള്ളൂ. ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലൊന്നുമല്ല, അത് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ളൂ. എന്നാലാണ് കഴിക്കുമ്പോൾ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് വരാം. അപ്പോൾ നമ്മളിത് മുഴുവൻ മിക്സ് ചെയ്തു. ഇനി നമ്മളിത് ജോയിൻ ചെയ്ത് ഇളക്കാണ്. ഇപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട്. ഇത് മാത്രം മതി പോർക്ക് വട്ടയപ്പം കൂട്ടിയോ ചോറ് കൂട്ടിയൊക്കെ കഴിക്കണമെങ്കിൽ. ഞങ്ങൾ ഓഫീസിലേക്കും അല്ലാണ്ടൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് ഇത് മോസ്റ്റ് ഡിമാൻഡഡ് റെസിപ്പി ആയിരുന്നു. കുറേ പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പോർക്ക് ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ്. നമുക്ക് വരട്ടി 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 ബ്ലാക്ക് കളറിൽ വേണമെങ്കിൽ ആക്കാം. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ. നമ്മൾ കുറച്ച് ഡ്രൈ ആക്കാം, വല്ലാതെ ബ്ലാക്ക് ആക്കുന്നില്ല. ഇത് നമുക്ക് കറിയൊക്കെ ആയിട്ട് കഴിക്കണമെങ്കിലൊക്കെ കുറച്ച് ഈ രൂപത്തിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടിപൊളി പോർക്കും കായും തേങ്ങയൊക്കെ ഒതുക്കിയതാണ്. അടിപൊളിയാണ്. ഇങ്ങനെയൊന്നും നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെക്കുക. പാത്രം കാലാണ് വഴി അറിയില്ല. കാരണം മറ്റേത് ഞാൻ പറഞ്ഞില്ലേ, നെയ്യൊക്കെ നമുക്ക് കഴിച്ച് മട്ടും പോർക്ക്. ഇത് എത്ര വേണേലും കഴിക്കാം. കായും ഒരു ഇറച്ചിയും അതിനകത്ത് ആ തേങ്ങയുടെ മസാലയും ഉണ്ട്. അത് കൂട്ടിയൊരു പിടുത്തം നല്ല അമേസിംഗ്ലി ഡിലീഷ്യസ്. അപ്പോൾ കുട്ടികൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടമാണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം, കമൻസിൽ രേഖപ്പെടുത്താം. നമ്മൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.